KPCC പ്രസിഡന്റ് സ്ഥാനത്തിനായി വടംവലി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. KPCC പ്രസിഡന്റ് സ്ഥാനത്തിനായി കോൺഗ്രസിൽ വടംവലി ശക്തമാകുന്നു. കോൺഗ്രസിന്റെ ഒരാൾക്ക് ഒരു പദവി നിബന്ധന അനുസരിച്ച് സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ ഗ്രൂപ്പ് വ്യത്യാസമന്യേ നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, മാത്യു കുഴനാടൻ MLA, ആന്റോ ആന്റണി MP, അടൂർ പ്രകാശ്, ജോസഫ് വാഴക്കൻ, ഷാഫി പറമ്പിൽ, VS ശിവകുമാർ എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാട് ഇതിൽ നിർണായകമാകും. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്താരാഷ്ട്ര മദ്യ കമ്പനിയായ ബക്കാഡിയെ സഹായിക്കാനാണ് സർക്കാർ ബജറ്റിൽ അട്ടിമറി നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആരോപിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തി. മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ UDF-ൽ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ വിഷയത്തിൽ അതൃപ്തി പുകയുന്നതിനിടെയാണ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗും നിലപാട് പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. ബജറ്റിലെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് കഴിയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സായിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി ഹൈക്കോടതി ശരിവച്ചു. ഡോക്ടർ റീനയുടെ സ്ഥലമാറ്റം തടഞ്ഞുകൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ബക്കാഡി എന്ന പ്രമുഖ സ്വകാര്യ മദ്യ കമ്പനിയെ സഹായിക്കാനാണ് ഈ നീക്കമെന്നും പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾക്ക് അസാധാരണ വേഗത കൈവന്നുവെന്നും ബാലഗോപാൽ ആരോപിച്ചു. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. 1520 രൂപയാണ് ഒരു പവന് ഇന്ന് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,07,000 രൂപയായി. പണിക്കൂലി ഉൾപ്പെടെ നൽകുമ്പോൾ വില ഇതിലും കൂടുതലാകും. 1,23,000 രൂപയോളമാണ് ഒരു പവൻ സ്വർണത്തിന് വില വരിക. 13,375 രൂപയാണ് ഒരു ഗ്രാമിന്റെ ഇന്നത്തെ വില. കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 4 പേർ മരിച്ചു. മരിച്ചവരിൽ ഹരിലാൽ പാർത്ഥിബ്, ജയകുമാർ എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മകനെ ബസ് കയറ്റിവിടാൻ വന്നതാണ് ജയകുമാർ. ഹരിലാൽ ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. അമിത വേഗത്തിൽ മണ്ണ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. ലോറി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് വിവാദങ്ങൾക്കിടയിൽ ക്ഷേത്രത്തിന്റെ ദൈനംദിന ഭരണ ചുമതലകളിൽ നിർണായക മാറ്റം വരുത്തി ഉത്തർപ്രദേശ് സർക്കാർ. ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും പൂർണ്ണ ചുമതല അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റ് ശശാങ്ക് ത്രിപാഠിക്ക് കൈമാറി. RSSുമായും സംഘപരിവാറുമായും അടുത്ത ബന്ധമുള്ള നേതാക്കൾ ഉൾപ്പെട്ട ട്രസ്റ്റാണ് ഇതുവരെ ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ലോകകപ്പിൽ ഗ്രൂപ്പ് Jയിൽ ആവേശകരമായ മത്സരത്തിൽ ജോർദാനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അൾജീരിയ. ഒരു ഗോൾ പിന്നിട്ട ശേഷമാണ് അൾജീരിയയുടെ ഗംഭീര തിരിച്ചുവരവ്. അൾജീരിയയ്ക്ക് വേണ്ടി അമിൻ ഗോറി, നാദിർ ബെൻബോളി എന്നിവരാണ് ഗോൾ നേടിയത്. നിസാർ അൽ റഷ്ദാന്റെ ഗോളിൽ ആണ് ജോർദാൻ മത്സരത്തിൽ ആദ്യം ലീഡ് നേടിയത്. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.